ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ 85ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാസം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഈ സമാസത്തിൽ തന്നെ ആദ്യത്തെ പഠിച്ചത് നമ്മൾ തത്പുരുഷ സമാസമാണ്. തത്പുരുഷ സമാസം എന്ന് പറയുമ്പോൾ ഉത്തര പദാർത്ഥ പ്രധാനി തത്പുരുഷൻ. ഉത്തരപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് തത്പുരുഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പഠിക്കേണ്ടുന്നത് അവ്യയീഭാവ സമാസമാണ്. അവ്യയീഭാവ സമാസം എന്താണ് ഈ അവ്യയീഭാവം? തത്പുരുഷൻ ഉത്തരപദത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞു. അവ്യയീഭാവൻ പൂർവ്വപദത്തിന് പ്രാധാന്യം. എന്താണ് പൂർവ്വപദം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 പദങ്ങളുള്ള ഒരു വാക്കാണെങ്കിൽ ആദ്യത്തെ പദം പൂർവ്വപദം, രണ്ടാമത്തെ പദം ഉത്തരപദം, അങ്ങനെയാണ് വരുന്നത്. അപ്പം പൂർവ്വപദത്തിന് ആദ്യത്തെ പദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമാസമാണ് അവ്യയീഭാവ സമാസം. അത് അവ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവ്യ രൂപത്തിൽ അതിനകത്ത് നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ ഉദാഹരണം, അത് പൂർവ്വപദാർത്ഥ പ്രധാന അവ്യയീഭാവ. പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് അവ്യയീഭാവം. തത്പുരുഷനാണെങ്കിലോ ഉത്തരപദാർത്ഥ പ്രധാനം, ഉത്തരപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നോക്കൂ, ധർമ്മസ്യ പശ്ചാത്ത് എന്നുള്ള അർത്ഥം. ധർമ്മസ്യ പശ്ചാത്ത്, ധർമ്മസ്യ ഏത് വിഭക്തിയാണ്? ഷഷ്ടി ഏകവചനമാണ്. ധർമ്മസ്യ പശ്ചാത്ത്, ധർമ്മത്തിൻ്റെ പിന്നാലെ, പശ്ചാത്തിൻ്റെ പിന്നാലെ. അപ്പോൾ പിന്നാലെ എന്നുള്ള ഒരർത്ഥം വരുന്ന ഒരു ആണ് അനുധർമ്മം. അനു എന്നൊരു അവ്യയം. എന്താണ് അവ്യയം എന്ന് പറഞ്ഞാൽ? എൻ്റെ 36ാമത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അവ്യയം എന്ന് പറഞ്ഞാൽ വിഭക്തി വചന പ്രത്യയങ്ങളൊന്നുമില്ലാത്ത പദങ്ങളാണ്. അപ്പോൾ ഇവിടെ ധർമ്മസ്യ പശ്ചാത്ത്, ധർമ്മത്തിൻ്റെ പിന്നാലെ, അനുധർമ്മം. അപ്പം പിന്നാലെ അല്ലെ പിറകിൽ എന്നുള്ള അർത്ഥം വന്നപ്പോഴത്തേക്ക് അതിന് അനു എന്നൊരു അവ്യയം വന്നു. അനുധർമ്മം. അനു എന്ന് പറഞ്ഞാൽ പശ്ചാത്ത് എന്നുള്ള അർത്ഥമാണ്. അനുധർമ്മം, ധർമ്മത്തിന് പിന്നാലെ എന്നുള്ള അർത്ഥം വന്നു. അടുത്തത് രൂപസ്യ യോഗ്യം. യോഗ്യം എന്നുള്ളൊരു അർത്ഥം, രൂപത്തിൻ്റെ യോഗ്യം, രൂപത്തിന് യോഗ്യമായത് ഏതാണ്? അനുരൂപം. അവിടെ അനു വന്നില്ലേ? അനു, ഇവിടെ അനു, രണ്ടും അതിനാണ് പ്രാധാന്യം, പൂർവ്വപദത്തിന് പ്രാധാന്യം. ഗ്രാമസ്യ, അടുത്ത നോക്കും, ഗ്രാമസ്യ സമീപം. സമീപം എന്ന അർത്ഥത്തിൽ വരുന്നു. ഗ്രാമസ്യ സമീപം, ഗ്രാമത്തിൻ്റെ സമീപം, ഗ്രാമത്തിൻ്റെ അടുത്ത്. അപ്പം സമീപം എന്നുള്ള അർത്ഥത്തിൽ ഉപഗ്രാമം, ഉപ എന്ന സമീപം എന്നുള്ള അർത്ഥമാണ് ഉപ എന്ന അവ്യയം വന്നിരിക്കുന്നത്. ഉപഗ്രാമം, ഗ്രാമസ്യ സമീപം ഉപഗ്രാമം, ഗ്രാമത്തിൻ്റെ അടുത്ത്, അതിനെയാണ് ഉപഗ്രാമം എന്ന് പറയുന്നത്. അത് അപ്പോൾ ഇത് വിഗ്രഹമാണ്, ഇത് സമസ്തപദം. നഗരസ്യ സമീപം എന്ന് പറയുമ്പോൾ എന്തായാലും ഉപനഗരം, അതും അവിടെ ഉപ. പിന്നെ യമുനായാഹ സമീപം. ഇവിടെ എന്തുകൊണ്ടാണ് യമുനായാഹ വന്നത്? യമുന എന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ സ്ത്രീലിംഗ ശബ്ദം വരുമ്പോൾ അതിൻ്റെ ഷഷ്ടി ഇതുപോലെ അല്ല വരുന്നത്. പിന്നെ യമുനായാഹ, യമുനയുടെ, യമുന നദിയിലെ യമുനായാഹ സമീപം. യമുനയുടെ സമീപം എന്നുള്ളത് ഉപയമുനം. അപ്പോൾ മനസ്സിലായില്ലേ? അത് ഇത് അപ്പോൾ ഈ രണ്ടെണ്ണം അനു വന്നു, ഉപയും വന്നു, അങ്ങനെയുള്ളത് വന്നു. ഇനിയുള്ളത് സമയം അനതിക്രമ്യ. അനതിക്രമ്യ എന്ന് പറഞ്ഞാൽ എന്താ? സമയം അനതിക്രമ്യ, സമയമനുസരിച്ച്, സമയം അനതിക്രമ്യ അല്ലെങ്കിൽ അനുകൂലമായി വരിക. അനതിക്രമ്യ അനുസരിച്ച് അല്ലെങ്കിൽ അനുകൂലമായി വരിക. അപ്പം സമയം അനതിക്രമ്യ. ഈ അനതിക്രമ്യ എന്ന അർത്ഥം വരുന്നതാണ് യഥാസമയം. അപ്പോൾ യഥ എന്നുള്ള ഒരു അവ്യയമാണ്. അപ്പോൾ ഈ അനതിക്രമ്യ എന്ന അർത്ഥം ഈ പൂർവ്വപദത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെയാണ് യഥാസമയം. സമയം അനതിക്രമ്യ, സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയത്തിന് അനുകൂലമായത് യഥാസമയം. അപ്പോൾ യഥ എന്നുള്ളത് അവ്യയം, അതിന് പ്രാധാന്യം. അതുപോലെ കാലം അനതിക്രമ്യ, കാലം അനുസരിച്ച്, യഥാകാലം, അതുപോലെ യഥാകാലം. പിന്നെ ഇഷ്ടം അനതിക്രമ്യ, ഇഷ്ടമനുസരിച്ച്, ഇഷ്ടം അനതിക്രമ്യ, യഥേഷ്ടം. യഥാ പ്ലസ് ഇഷ്ടമാണ് യഥേഷ്ടം. അപ്പോൾ ഇതിനകത്തെല്ലാം യഥാവും. അടുത്ത നോക്കിക്കോളൂ, നിയമം അനതിക്രമ്യ, നിയമം അനുസരിച്ച് എന്താണ്? യഥാനിയമം. അപ്പോൾ ഈ യഥ എന്നുള്ള അവ്യയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഏത് അർത്ഥത്തിൽ? അനതിക്രമ്യ, അനുസരിച്ച് അല്ലെങ്കിൽ അനുകൂലം എന്നുള്ള അർത്ഥത്തിൽ വരും. പിന്നെ നോക്കിക്കോളൂ, അന്നസ്യ അഭാവ. അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലാതെ വരിക.
അന്നസ്യ അന്നസ്യ എന്താണ് ഷഷ്ടി ഏകവചനം, അന്നത്തിൻ്റെ ആഹാരം, ആഹാരം. അന്നസ്യ അഭാവ, അന്നത്തിന് ഇല്ലായ്മ, അന്നമില്ലായ്മ വരുമ്പോൾ എന്താണ് നിരന്നം. അവിടെ നിര് അല്ലെങ്കിൽ നിര് എന്നുള്ളത് ഉപസർഗമായിട്ടും വരാം. അന്നസ്യ അഭാവ നിരന്നം, നിരന്നം അന്നമില്ലായ്മ. പക്ഷികാണാം അഭാവ എന്നർത്ഥം നിര് എന്നുള്ളതിൽ വന്നു. പക്ഷികാണാം അഭാവം, എന്താ മക്ഷിക എന്ന് പറഞ്ഞാൽ ഈച്ച. പക്ഷികാണാം അതവിടെ മക്ഷികസ്യ ആണ് ഏകവചനം. പക്ഷികാണാം എന്താ ബഹുവചനമാണ്. ഏതിൻ്റെ? ഷഷ്ടി ബഹുവചനം. പക്ഷിക ശബ്ദത്തിൻ്റെ ഷഷ്ടി ബഹുവചനമാണ് പക്ഷികാണാം. പക്ഷികകളുടെ, ഈച്ചകളുടെ അഭാവം. അഭാവത്തെ എന്ത് പറയും? നിർമക്ഷികം. ഈച്ചകളില്ലാത്തൊരവസ്ഥ, ഈച്ചകളില്ലായ്മ എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതെല്ലാം പൂർവ്വപദത്തിന് പ്രാധാന്യമാണ്. പൂർവ്വപദത്തിന് ഓരോ അർത്ഥം തന്നിരിക്കുന്നു. അഭാവ എന്നുള്ളൊരു നിധി വന്നു. അനതിക്രമ്യാണ് യഥാ. മനസ്സിലായി? അടുത്ത് നോക്കിക്കോളൂ. പ്രതി എന്നുള്ളത്, പ്രതി ഓരോന്ന് എന്നുള്ള പ്രതി, അതെന്ത് നോക്കാം. ദിനം പ്രതി, ദിനം ഓരോ ദിവസവും എന്നുള്ളത്, ഓരോ ദിവസത്തിൻ്റെ പ്രതിദിനം. അപ്പോൾ അവിടെ പ്രതി എന്നുള്ളവരറിയേ വന്നു. പ്രതി എന്നതിന് ഓരോന്ന് എന്നുള്ള അർത്ഥത്തിൽ പ്രതിദിനം. പിന്നെ ബാലം പ്രതി, ഓരോ ബാലനും. അപ്പോൾ പ്രതിബാലം, ഓരോ ബാലം. ഏകം പ്രതി, ഓരോന്ന്. ഏകം പ്രതി, പ്രത്യേകം പറയും. ഏകം പ്രതി പ്രത്യേകം. അർത്ഥം പ്രതി, അർത്ഥം ഓരോ അർത്ഥം എന്ന് കാണിക്കുന്നത്. പ്രത്യർത്ഥം, അർത്ഥം പ്രതി, ഓരോ അർത്ഥവും. ഇനി അക്ഷ്ണഹ പ്രതി, അക്ഷ്ണ കണ്ണ്. അക്ഷ്ണഹ പ്രതി, കണ്ണിനെ കാണുന്നത്. അതായത് നമ്മൾ പറയില്ലേ, ഉദാഹരണം പ്രത്യക്ഷം വന്നു. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഒരു മനുഷ്യനെ കാണുന്നു, അത് പ്രത്യക്ഷം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഭഗവാനെ നമുക്ക് എങ്ങനെയാണ്? പടത്തിലല്ലേ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ പ്രത്യക്ഷമായി കാണാൻ പറ്റുള്ളൂ? ഇല്ലല്ലോ, അതിന് വേറെ വാക്കാണ്. അപ്പോൾ ഇവിടെ അക്ഷ്ണഹ പ്രതി, കണ്ണിന് കാണാവുന്ന, അല്ല കണ്ണിന് പറ്റിയത് എന്താണ്? പ്രത്യക്ഷം, പ്രത്യക്ഷമായത്, മുമ്പിൽ കാണുന്നത്. അക്ഷ്ണഹ പരം, കണ്ണിന് പരം, അതാണ് പരോക്ഷം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് കാണാൻ കഴിയാത്തത്. ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല, പടങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അത് പരോക്ഷം. ഇപ്പോൾ എല്ലായിടത്തും പ്രതി, ഇവിടെ പര വന്നു, ഇവിടെ പ്രതി, ഇവിടെ എല്ലാം പ്രതി, എല്ലായിടത്തും പ്രതി വന്നു. മനസ്സിലായില്ല? അപ്പോൾ പൂർവ്വപദത്തിന് പ്രാധാന്യമാണ്, അത് അവ്യയമാവാം. ഇനിയുള്ളത് ഭാരതസ്യ സമൃദ്ധി. സമൃദ്ധി എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി, ഉന്നതി എന്നൊക്കെ പറയാം. ഈ അഭിവൃദ്ധി ഈ അഭിവൃദ്ധി എന്നുള്ള അർത്ഥത്തിൽ സുഭാരതം, സു എന്ന അവ്യയമാണ്. അപ്പോൾ സു എന്ന ഇങ്ങനെ സമൃദ്ധി എന്ന അർത്ഥത്തിൽ സു ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇത് പൂർവ്വപദമാണ്. സുഭാരതം, നല്ല ഭാരതം, സമൃദ്ധിയുള്ള ഭാരതം എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത രാമേണ സാദൃശ്യം. ഇപ്പോൾ രാമേണ എന്നുള്ള ഇതിപ്പോൾ ഷഷ്ടി ഏകവചനമാണെന്ന് അറിയാം അല്ലേ. ഈ രാമേണ, അപ്പോൾ അത് ഏത് വിഭക്തിയാണ്? തൃതീയ ഏകവചനം. പ്രത്യേകത എന്താ? അതിനാൽ, അല്ലെങ്കിൽ ഓടെന്നൊക്കെ വരാം. രാമേണ സാദൃശ്യം, രാമനോട് സാദൃശ്യം. സാദൃശ്യത്തിന് സമാനത, ഈക്വൽ എന്നുള്ള അർത്ഥത്തിൽ. രാമേണ സാദൃശ്യം, രാമനോട് സാദൃശ്യം. അതിന് സരാമം, സ എന്നുള്ളത് സാദൃശ്യത്തിന് സ എന്നുള്ള ഇത്. സരാമം, രാമനോട് സാദൃശ്യം. അടുത്ത വൃഷഭേണ സാദൃശ്യം. വൃഷഭം എന്താണ്? വൃഷം, കാള. വൃഷഭേണ സാദൃശ്യം, വൃഷഭത്തോട് സാദൃശ്യം. അതെന്താ? സവൃഷഭം, അവിടെയും സ എന്നുള്ളത് വന്നു. സാദൃശ്യം എന്നുള്ള അർത്ഥത്തിൽ സ എന്ന പൂർവ്വപദം വന്നു. ഈ ഗർവേണ സഹ, ഈ സഹ എന്നുള്ള അവ്യമാണ് നേരത്തെ പഠിച്ചതാണ്. സഹ എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥത്തിൽ, വിത്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഗർവേണ സഹ, ഈ ഗർവേണ എന്തോന്നാണ്? തൃതീയാണ്. ഗർവത്തോടൊപ്പം എന്നൊക്കെ പറയാം. സഹ കൂടെ, ഗർവത്തോടെ കൂടി. സഗർവം, അപ്പോൾ ഇവിടെ എല്ലാം സായാണ് വന്നിരിക്കുന്നത്. അടുത്ത് നോക്കൂ. സ്പൃഹയാ സഹ. സ്പൃഹ എന്ന് പറഞ്ഞാൽ വെറുപ്പ്, വിദ്വേഷം എന്നൊക്കെ അർത്ഥം. സ്പൃഹയാ സഹ, സ്പൃഹയോടുകൂടി. സസ്പൃഹം, അവിടെയും സാവന്നു. സായാണ് പൂർവ്വപദം. പൂർവ്വപദത്തിന് പ്രാധാന്യം. വീരാണാം സമ്പത്തി. വീരന്മാരുടെ ഷഷ്ടി ബഹുവചനം. വീരന്മാരുടെ സമ്പത്തി. സമ്പത്തി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തി എന്നുള്ള അർത്ഥത്തിൽ. സമ്പത്തി, ശക്തി എന്നുള്ള അർത്ഥത്തിൽ. വീരന്മാരുടെ സമ്പത്തി. സവീരം, വീരത്വമാണ് അല്ലേ. സവീരം, വീരന്മാരായിട്ടുള്ളവർ.
അപ്പോൾ ഇവിടെ സാ വന്നു. അപ്പോൾ ഇവിടെ എല്ലാം സാ എന്നുള്ളതാണ്, ഇവിടെ മാത്രം സു വന്നു. എന്തുകൊണ്ട്? ഇതെല്ലാത്തിനും ഓരോ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അർത്ഥത്തിന് പകരമായിട്ടുള്ള വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് പൂർവ്വപദമായിട്ട് വന്നിരിക്കുന്നു. പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് അത് അവ്യയീഭാവ സമാസം. അവ്യയീഭാവ സമാസം മനസ്സിലായല്ല? പൂർവ്വപദാർത്ഥ പ്രധാന അവ്യയീഭാവ. പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് അവ്യയീഭാവം. അതാണ് ഈ അർത്ഥം ഇവിടെ പറഞ്ഞു തന്നത്. ഓരോ അർത്ഥത്തിന് പ്രാധാന്യം, അതിന് പകരം മറ്റൊരു വാക്ക് എഴുതിയതാണ് ഇവിടെ. ഇതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവ്യയീഭാവ സമാസം കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത സമാസവുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.